ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ. സോ ഇന്ന് സൺഡേ ആണ് ആൻഡ് ഇന്നൊരു സൺഡേ റീസെറ്റ് ആണ് നോക്കുന്നത്. പക്ഷെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. സോ ഒരു ക്വിക്ക് റീസെറ്റ് ആണ് നോക്കുന്നത്. ഒരു 1 hourനുള്ളിൽ മൊത്തം വീടൊന്ന് ക്വിക്കായിട്ടൊന്ന് ഒന്ന് ഒന്ന് ബേസിക് ആയിട്ട് ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. Hey Google, display a countdown timer for 60 minutes. Okay, a 1-hour timer called display. ടൈമർ അവിടെ ഓടുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പണിയൊക്കെ തുടങ്ങാം. സോ ഒരു ടൈമർ വെച്ച് പണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഏർജൻസി വരും. അതിന് മുമ്പ് എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിരങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ടൈമർ ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ബെഡൊന്ന് സെറ്റ് ചെയ്യാം. എഗൈൻ ഇതൊരു ക്വിക്ക് റീസെറ്റ് ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് മാറൽ അങ്ങനത്തെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആദ്യം ബെഡിൽ ഒന്ന് വിരിച്ച് മൊത്തം റൂം ഒന്ന് വാക്യൂം ചെയ്തെടുക്കാം. സോ ഞാൻ ഇതുപോലെ ക്വിക്ക് റീസെറ്റ്സ് ചെയ്യുമ്പം ഞാൻ ഓൾസോ ഈ സർഫസസ് ഒക്കെ വൈപ്പ് ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ആൻറ്റി ബാക്ടീരിയൽ വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ അതാകുമ്പോൾ വേറെ സ്പ്രേ അടിച്ച് തുടയ്ക്കുന്ന ആ ഒരു എക്സ്ട്രാ പ്രോസസ്സും കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ജസ്റ്റ് ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ഇൻഫെക്റ്റ് ആവുകയും ചെയ്യും, ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എടുത്ത് അതിൻ്റേതായ സ്ഥലത്ത് വെക്കുക ആൻഡ് ക്വിക്കായിട്ട് റൂം മൊത്തം ഒന്ന് വാക്യൂം മോപ്പ് ചെയ്തെടുക്കുക. ബാത്റൂമും കൂടെ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തെടുത്തു. എഗൈൻ സർഫസസും മിററും ഒക്കെ മാത്രമേ വൈപ്പ് ഡൗൺ ചെയ്യുന്നുള്ളൂ. ബട്ട് ഞാൻ ടോയ്ലറ്റ് മാത്രം ഒന്ന് പ്രോപ്പറായിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഒന്ന് ടോയ്ലറ്റ് ബൗളും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ബട്ട് ബാക്കിയെല്ലാം അങ്ങനെ വലിയ തേച്ചുള്ള സ്ക്രബിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനെക്കാട്ടി കൂടുതൽ എടുത്തിട്ടില്ല. And this is why doing this like ഒരു ക്വിക്ക് റീസെറ്റ് വെരി ഫ്രീക്വൻ്റ്ലി അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബിൽഡപ്പ് ഒന്നും വന്നില്ലെങ്കിൽ നമുക്കിതുപോലെ നല്ലപോലെ പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ക്വിക്ക് റീസെറ്റ് കഴിഞ്ഞു. റൂമും ബാത്റൂമും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൈം ചെക്ക് നോക്കാം. ഇതാ കണ്ട 35 മിനിറ്റ്സ് ബാക്കിയുണ്ട്. വിച്ച് മീൻസ് ഈ റൂം തന്നെ എടുത്തത് ഒരു 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ബിക്കോസ് നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന റൂം ആയതുകൊണ്ട് ഏറ്റവും അധികം ടൈം എടുക്കുന്നതും ഈ റൂമിൽ തന്നെയാണ്. അപ്പോൾ എനിവേ അവിടെ കഴിഞ്ഞു. അപ്പോൾ മെയിൻ കാര്യം കഴിഞ്ഞു. ആൻഡ് ഐ ഓൾവേസ് ലൈക്ക് ടു ഡു ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ആദ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞുവല്ലോ, പിന്നെ ബാക്കിയെല്ലാം വേഗം വേഗം ചെയ്യാം. അപ്പോൾ അടുത്തത് വന്നത് ഈ തിയേറ്റർ റൂമിലോട്ടാണ്. ഇവിടെ ഒട്ടും തന്നെ ബിൽഡപ്പ് വരാത്തൊരു റൂമാണ്. അപ്പം ഇവിടെ അധികം അങ്ങനെ സാധനങ്ങളൊന്നും നമ്മൾ വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേഗം ക്വിക്ക് വൈപ്പ് ഡൗൺ ആൻഡ് വാക്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ റൂം കഴിഞ്ഞു. ഈ റൂമും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ റൂമാണ്, കാരണം ഇവിടെ അങ്ങനെ വലിയ ബിൽഡപ്പ് ഒന്നും വരത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ചെക്ക് നോക്കാം. സോ 25 മിനിറ്റ്സ് ആർ ലെഫ്റ്റ്, വിച്ച് മീൻസ് ആ ഒരു തിയേറ്റർ റൂം ചെയ്യാനായിട്ട് 10 മിനിറ്റ് എടുത്തുള്ളൂ. സോ ഇനി ഞാൻ അടുത്തത് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രണ്ട് ലിവിങ് ഏരിയ പോലും അല്ല, ഫ്രണ്ട് എൻട്രി വേ ആണ്. സോ ഇവിടെ നമ്മൾ
എത്ര വെക്കല്ലേ എന്ന് വിചാരിച്ചാലും എങ്ങനെയെങ്കിലും ഒക്കെ സാധനങ്ങൾ വരും. ആൻഡ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഫ്രണ്ട് ഏരിയ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഏരിയ ഫുൾ നല്ല എംറ്റി ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ്. ബിക്കോസ് നമ്മൾ പറയുമല്ലോ, ഒരു വീട്ടിലോട്ട് കയറി വരുന്നതിൻ്റെ ആ ഒരു ഫുൾ എനർജി ആ ഒരു ഫ്രണ്ട് സ്പേസിലാണ്. അപ്പോൾ അവിടെ ഡീക്ലട്ടേർഡ് ആയിട്ട് ഇരുന്നാൽ അത് നമ്മുടെ എൻറ്റയർ ഹൗസിൻ്റെ ഒരു എനർജീനെ എഫക്റ്റ് ചെയ്യും. സോ അത് മാക്സിമം ഒരു ഫ്രണ്ട് ഏരിയ നമ്മൾ വൃത്തിയാക്കി വെക്കാൻ നോക്കാൻ ഉള്ളതാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞിട്ട് നേരെ ആ ഒരു സ്റ്റഡി ഏരിയയിലോട്ട് വന്നു. ഈ സ്റ്റഡി ഏരിയ പൊതുവേ ഞാൻ അങ്ങനെ ഒട്ടും തന്നെ നോക്കേണ്ടി പോലെ വരണ്ടാത്ത സ്ഥലമാണ്. ബിക്കോസ് ഇത് യൂഷ്വലി ലിജോ മാത്രം യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബിൽഡപ്പ് ഇവിടെ വരാറേ ഇല്ല. പിള്ളേരാണെങ്കിൽ അവരുടെ ടോയ്സ് ഒന്നും പൊതുവേ വെക്കാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ച് പണ്ടത്തെ കുറച്ച് പാക്കിംഗ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ ഇത് അവിടെ തന്നെ ഇരുന്നു പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ ഇന്നെടുത്ത് മാറ്റി മൊത്തം ക്ലിയർ ഔട്ട് ചെയ്തു. ഓക്കെ, സോ ഫ്രണ്ട് ഏരിയ ആൻഡ് സ്റ്റഡി ഏരിയയും കൂടെ കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമുക്ക് ടൈമർ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ 11 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. സോ അധികം ടൈം ഇല്ല ഒബ്വിയസ്ലി. സോ നൗ ഐ വിൽ ഹാവ് ടു പ്രയോറിറ്റൈസ് ടു സീ വാട്ട് ഓൾ നീഡ്സ് ടു ബി ഡൺ. സോ അഗൈൻ ഇത് ഫുൾ ഹൗസ് ചെയ്യണം എന്ന് അങ്ങനെ ഒന്നുമില്ല. ബട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ലിവിങ് സ്പേസസ് ആണ് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിവേസ് പിള്ളേരുടെ റൂമൊക്കെ ചെയ്തിട്ട് മാക്സിമം ചെയ്യാൻ നോക്കാം. ഐ സീ ഹൗ മച്ച് ഐ കൻ ഗെറ്റ് ഡൺ. നോർമലി ഒരു ഫുൾ ഹൗസ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു 2 to 3 hours മിനിമം എടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു 1 hourനുള്ളിൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റേതായ കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്നിപ്പം ഇത്രയും ടൈം തന്നെ പോയത് ആ ഒരു സ്റ്റഡി റൂം ഞാൻ ചെയ്തുകൊണ്ടാണ്. അത് നോർമൽ ലിവിങ് സ്പേസ് അല്ല. അപ്പോൾ പിന്നെ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അങ്ങ് ചെയ്തു പോയതാണ്. എന്നാലും ഇനി കുട്ടികളുടെ റൂമിൻ്റെ ഡസ്റ്റിംഗ്, മോപ്പിംഗ് ആൻഡ് ബെഡും ഒന്ന് സെറ്റ് ചെയ്തു. ആൻഡ് മൊത്തം ഒന്ന് ഫ്ലോർ ഒന്ന് ക്ലീൻ ആക്കി. ഇവിടെയും ഒട്ടും തന്നെ ടൈം എടുക്കാത്തതാണ്. ബിക്കോസ് ഇതും അവർക്ക് ഒരു ടോയ് ബിൽഡപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് രാത്രി ഉറങ്ങാൻ മാത്രം വരുന്ന ഒരു ഏരിയ. പിന്നെ കോറിഡോറും ഒക്കെ ഇതുപോലെ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തു. പിന്നെ ബാത്റൂമിൽ എന്തെങ്കിലും ഒക്കെ സ്റ്റോക്ക് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ടോയ്ലറ്റ് റോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അതൊക്കെ മൊത്തത്തിലൊന്ന് റീസ്റ്റോക്ക് ചെയ്യും. ആൻഡ് ഇപ്പോൾ കുറച്ച് ടവൽസ് ഒക്കെ മാറി ആൻഡ് കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ഒരു റൗണ്ട് ലോണ്ട്രി ഇട്ടു. പിന്നെ ആ ലോണ്ട്രി ഏരിയ മൊത്തം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തു. ഞാൻ ഈ വൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വാക്യൂം പ്ലസ് മോപ്പിംഗ് ആണ്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യും ഒറ്റ മോഷനിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു റൗണ്ട് വാക്യൂം ചെയ്തിട്ട് പിന്നെ മോപ്പിംഗ് ചെയ്യുമ്പോഴത്തേനും ഡബിൾ ദ ടൈം എടുക്കുമല്ലോ. ഇത് ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ഒരു എഫേർട്ട് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. ക്വിക്ക് ടൈം ചെക്ക്. That's it. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ 1 hour. ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ 1 hour ടൈം ഫ്രെയിം ഇതോടെ കഴിഞ്ഞു. സോ ഐ ഡിഡ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, ബാത്റൂം, കിഡ്സ് ബെഡ്റൂം, TV room, study, front area and laundry area and corridor. Yeah, so I think it was quite all right. Obviously full തീർന്നിട്ടില്ല. There is definitely a lot more. Mainly ഈ ഒരു കാഴ്ച, മെയിൻലി ഈ ഒരു ലിവിങ് സ്പേസ് ആൻഡ് ഓഫ് കോഴ്സ് ദ കിച്ചൺ ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ കിച്ചൺ എന്തായാലും ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയായിരുന്നു. ബിക്കോസ് കിച്ചൺ വിൽ ടേക്ക് ടൈം ആൻഡ് അത് ഒരു 15-20 മിനിറ്റ്സ് എന്തായാലും എടുക്കും. ഡിഷ് വാഷർ എംറ്റി ചെയ്ത് പാചകം എല്ലാം തുടച്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഡെയിലി കിച്ചൺ ക്ലീൻ ആക്കുന്ന സംഭവമാണ്. പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ അവിടുത്തെ ലിവിങ് ഏരിയ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. But that's okay. I feel like it's been quite a productive hour. So I'm quite happy about it. പക്ഷെ എന്തായാലും ഇത്രയും ചെയ്തതല്ലേ. So I am going to give myself another 30 minutes. And ആ ടൈമിൽ ക്വിക്കായിട്ട് ലിവിങ് ഏരിയ ആൻഡ് കിച്ചണും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. സോ 1 hour മാറ്റി 1 hour 90 minute റുട്ടീൻ ആയിട്ടുണ്ട്. But yeah, I think I'm going to do that. ഇത് സത്യം പറഞ്ഞാൽ അത്ര റെക്കമെൻഡഡ് അല്ല. ബിക്കോസ് നമ്മളിങ്ങനെ ടൈം കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ വൃത്തി ആയില്ലെങ്കിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ദ ഹൗസ് ഇസ് നോട്ട് ക്ലീൻ. സോ പിള്ളേർ ഇപ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാനൊരു 30 minutes കൂടെ കൊടുത്തിട്ട് ലെറ്റ് മീ ക്വിക്ലി വൈൻഡ് ദാറ്റ് അപ്പ് ആസ് വെൽ. ഗൂഗിൾ ഷോ എ ഡിസ്പ്ലേ ടൈമർ ഫോർ 30 minutes. Okay, 30 minutes. Starting now.
കുക്കിംഗ് ആൻഡ് ഡൈനിങ് റൂമും കൂടെ കഴിഞ്ഞു. ടൈം ചെക്ക് ചെയ്യാം. 22 minutes. സോ ഈ ഒരു സ്പേസ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് ആണ് എടുത്തത്. അങ്ങനെ കാര്യമായിട്ട് ഇവിടെ പണിയൊന്നും ഇല്ലായിരുന്നു, മൊത്തം ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. നൗ കംസ് ദ കിച്ചൺ. ഓഫ് കോഴ്സ് കണ്ടറിയാം, ഇറ്റ്സ് വെരി ഡർട്ടി. പക്ഷെ കിച്ചൺ ഞാൻ ലാസ്റ്റ് ചെയ്തത് ഇൻറ്റൻഷനലി തന്നെയായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് ഗോയിൻ ടു ടേക്ക് മോസ്റ്റ് ടൈം. ഓൾസോ ഇത് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് എന്തായാലും ചെയ്യും. സോ ഇപ്പം ചെയ്തില്ലെങ്കിലും വൈകിട്ട് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബിൽഡപ്പ് വരില്ല എന്നെനിക്ക് ഉറപ്പായതുകൊണ്ടാണ് കിച്ചൺ ലാസ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് എന്തായാലും 20 minutes ഉണ്ടല്ലോ, ക്വിക്ക്ലി കിച്ചണും കൂടെ ഒന്ന് ചെയ്താൽ പിന്നെ ഡൺ. പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനെ പാചകത്തിൽ തന്നെ അത് ആദ്യം ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. സോ എല്ലാ സ്പൂൺസും ഒരുമിച്ച്, പ്ലേറ്റ്സും ഒരുമിച്ച് അങ്ങനെ നമുക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അത് എടുത്ത് വെക്കാനായിട്ട് കുറേ കൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓരോ സ്ഥലത്ത് ഓരോ സാധനം വെക്കാനും ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നേരെ എടുത്ത് അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും നേരത്തെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഓരോ ഗ്ലാസ്സായിട്ട് മാറി മാറി വെക്കാതെ ഗ്ലാസ്സസ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വെക്കാം. അതുപോലെ അതിന് ഹെൽപ്പ്. ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു എക്സ്ട്രാ 30 minutes കൊണ്ട് കിച്ചണും ഒന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റി. ഡിഷ് വാഷർ എല്ലാം മാറ്റി ആൻഡ് എല്ലാ ആ ഒരു ലിവിങ് ഏരിയ മൊത്തം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തു. സോ യെസ്, ഐ തിങ്ക് ഐ എം ഗോണ വൈൻഡ് ദിസ് അപ്പ് നൗ. ലാസ്റ്റ് ആയപ്പോഴത്തേനും എങ്ങനെയൊരു തീർക്കണം എന്ന് പറഞ്ഞ് ധൃതിക്ക് ചെയ്യായിരുന്നു. ബട്ട് യെസ്, ദാറ്റ്സ് ഡൺ ആൻഡ് യാ, ഐ എം ക്വൈറ്റ് ഹാപ്പി. ഈ ഒരു ടൈം നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ച് വേഗം ചെയ്തുകൊണ്ട് നൗ ഐ ക്യാൻ ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് ആക്ച്വലി മാറ്റർ. ഐ ക്യാൻ സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ദ കിഡ്സ് വിതൗട്ട് ഹാവിങ് ടു വറി അബൌട്ട് എനി ജോബ്സ് ദാറ്റ് ഐ നീഡ് ടു ഡു. അപ്പോൾ സോ ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ ഡേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ആർ ഓൾസോ ഗോയിങ് ടു ഫീൽ മോട്ടിവേറ്റഡ് ഡൂയിങ് സംതിങ് അറൗണ്ട് യുവർ ഹൗസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.